ഇപ്പോൾ നോക്കിയതിൽ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ December 31 ആണ്, അതായത് ന്യൂ ഇയറിൻ്റെ തലേദിവസം. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് ഡേയും കൂടിയാണ്. ഇതിനേക്കാളൊക്കെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഇയർ ആണ് എല്ലാവർക്കും എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനേക്കാളും സ്പെഷ്യൽ ഇവിടെ ഞങ്ങളുടെ അപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ വലിയ സർപ്രൈസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, എന്നാലും ബർത്ത്ഡേ ആകുമ്പോൾ കുറച്ച് സ്പെഷ്യലാണല്ലോ നമുക്ക് ആരുടെ ആണെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളെ കൊണ്ട് ചെറിയൊരു കാർഡ് പോലെ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കണം. അവർക്ക് അങ്ങനെ കാർഡ് എഴുതാനും ഉണ്ടാക്കാനൊന്നും അറിയില്ല, എന്നാൽ അവരെ കൊണ്ട് കുഞ്ഞ് എന്തെങ്കിലും ഒരു പിക്ചർ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് ഒരു ഇത്. പിന്നെ ഞാൻ ചെറിയൊരു ടീഷർട്ട് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അതുപോലും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല, കാരണം കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിക്കണതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇവർ രണ്ടാളും കൂടി കൊണ്ടുപോകും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ കസിൻ വഴി അങ്ങനെ ടീഷർട്ടൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. പിന്നെ കേക്ക് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പള്ളിയിലേക്ക് പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ പിള്ളേരെ കൊണ്ട് ചെറിയൊരു കാർഡ് പോലെ എന്തെങ്കിലും ചെയ്യിക്കാം. അവരെ കൊണ്ട് തന്നെ ഓരോ ലെറ്റർ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ചെയ്യണം, എന്നാലും അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മളിന്ന് ചെയ്യാൻ പോണ കാര്യം. മോനാണെങ്കിൽ KG1 ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവന് സ്പെല്ലിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, എന്താ എഴുതണ്ടേന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ലെറ്റേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ ആൽഫബറ്റ്സൊക്കെ പഠിക്കണുള്ളൂ, നമ്പേഴ്സും ആൽഫബറ്റ്സും ഒക്കെ പഠിച്ച് വരണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ ലെറ്റേഴ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എഴുതാറിയാം. അപ്പോൾ എന്തായാലും അപ്പയ്ക്ക് വേണ്ടിയിട്ട് കാർഡ് ഉണ്ടാക്കാനായിട്ട് രണ്ടാളും നല്ല എക്സൈറ്റഡ് ആണ്. പക്ഷെ അത് എന്താ ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും പിക്ചർ വരയ്ക്കാൻ അറിയാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നമ്മളിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അപ്പാന്ന് എഴുതാളതിന് ലെറ്റേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ എഴുതിക്കുകയായിരുന്നു. നമ്മണെങ്കിൽ ഉറങ്ങായിരുന്നു കേട്ടോ, ആൾ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മോനെ പിടിച്ചിരുത്തിയിട്ട് ചെയ്യാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളിനെയും കൂടി ഒരുമിച്ച് എഴുതണമെന്ന് പറഞ്ഞിട്ട് ആകെ വാശിയും ബഹളമൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു അടിയൊക്കെ തീർക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നമ്മ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ മോനെ കൊണ്ട് ഒരു ചെറിയ കാർഡൊക്കെ ഹാപ്പി ബർത്ത്ഡേ അപ്പാന്ന് എഴുതിയിട്ട് അവൻ തന്നെ അപ്പയുടെയും അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും കൂടിയിട്ടൊരു ഫാമിലി പിക്ചറൊക്കെ അതിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്കാണെങ്കിൽ അതങ്ങനെയായിരിക്കില്ല കാണാനായിട്ട് ഇഷ്ടം ഉണ്ടാവുക. കാരണം അവരുടെ ആ ഒരു പ്രായത്തിന് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കാണുമ്പോൾ നമ്മളായിട്ട് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ വരയ്ക്കുന്നൊന്നും പറയുന്നില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് വരച്ചോളാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും ഒരു ഇപ്പോഴായിരിക്കില്ല, നമ്മളിതൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് അവർ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഈ കാർഡൊക്കെ എടുത്തിട്ട് കാണുമ്പോഴായിരിക്കും അന്ന് അവരിങ്ങനെ വരച്ചതൊക്കെ കാണുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, വല്ലാത്തൊരു മെമ്മറീസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കണം ഇത് കഴിയുമ്പോൾ. അന്നമൂന് വരയ്ക്കണ്ടേ? താഴത്തേക്ക് കൂടി വരച്ചോ, എന്നിട്ട് നിർത്തിക്കോ. അങ്ങനെ ജോൻ്റെ പെയിൻ്റ് അടിയും പടം വരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോൾ എണീറ്റ് വന്നു കേട്ടോ. പിന്നെ അന്നമൂന് എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നമൂനും വെറുതെ ഒന്ന് ഇരുന്നിട്ട് നമ്മൾ ആ ലെറ്റേഴ്സ് എന്താണെന്നുള്ളത് എഴുതാനുള്ളത് പറഞ്ഞു കൊടുക്കണുള്ളൂ. പിന്നെ ആൾക്കാണെങ്കിലും അങ്ങനെ പഠിച്ചു തരണുള്ളൂ, KG ആണ് ഇപ്പോൾ പോകണം. അതുകൊണ്ട് അങ്ങനെ എല്ലാ ആൽഫബറ്റ്സൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതിക്കാനായിട്ട് നോക്കിയപ്പോൾ ആൾക്ക് പിന്നെ സ്വയം എല്ലാം ആൾ തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഇഷ്ടമുള്ള പോലെ വരച്ചോട്ടെ, ആൾക്കുള്ള തോന്നുന്ന ഐഡിയയിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടോ. നമുക്ക് ഇവിടെ ഈവനിങ് കുർബാന ന്യൂ ഇയറിൻ്റെ ടൈമിംഗ് ഉണ്ടായിരുന്നത് 7:30 അങ്ങോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ആ ഒരു നേരത്തെ ഇറങ്ങി. പിന്നെയുള്ളത് പുലർച്ചെയൊക്കെയാണ്. ആ ഒരു സമയത്ത് നമുക്ക് പോകാമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ ക്രിസ്മസിന് തന്നെ അങ്ങനെ മലയാളം കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പാതിര കുർബാനയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പാതിര കുർബാന 12 മണി 1 മണിയൊക്കെ വരെ ഓക്കെ. പക്ഷേ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുമ്പോൾ പുലർച്ചെയാണ്, 3:30 4 മണി ആ ഒരു ടൈമിലേക്ക് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മളെന്തായാലും ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മാസിനാണ് പോണത്. നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മലയാളത്തിൽ ആ ഒരു കുർബാന കാണുമ്പോഴേ ഞാൻ അതിന് ഇഷ്ടവും സന്തോഷമൊക്കെ. പക്ഷേ ആ ഒരു ടൈമിങ് നമുക്കത്ര
പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്തുള്ള കുർബാനയ്ക്ക് ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പള്ളിയിലേക്ക് എത്തി. അബുദാബിയിലാണോ ദുബായിലാണോ എവിടെയുള്ളത്? അബുദാബിയില്. അമ്മ ഇവിടെ തന്നെയുള്ളതാണോ? ഞാൻ പിന്നെ പള്ളിയിൽ അങ്ങനെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുർബാനയ്ക്കാണല്ലോ പോകണം, അതുകൊണ്ട് പിന്നെ പള്ളിയിലത്തെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ന്യൂ ഇയറിനായതുകൊണ്ടും അവിടെ വേറെ പ്രത്യേകിച്ച് വേറെ പുറത്തൊന്നും അങ്ങനെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ട്. നമ്മളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണമല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ഫയർ വർക്ക്സ് കാണാനും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫയർ വർക്ക്സിന് നമ്മൾ 12 മണിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറേ ലേറ്റ് ആവും. പിന്നെ മക്കളാണെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫയർ വർക്ക്സ് കാണാനായിട്ട് ആ ഒരു 12 മണി നമ്മളൊരു 11:15 11:30 ആകുമ്പോഴേക്കും ഇറങ്ങണമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്ലാൻ. അങ്ങനെ നമ്മുടെ ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ രണ്ടാളും അവരുടെ കാർഡ് കൊടുക്കാനുള്ള ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ജോ ഉണ്ടാക്കിയിട്ടുള്ളതാണ് റെഡ് കളറിലുള്ള കാർഡ്. പിന്നെ മോളാണെങ്കിൽ പിങ്ക് കളറിലുള്ള പേപ്പറിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അവർ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും അത് കൊടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം. അപ്പം ഫസ്റ്റ് ഞാൻ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാർഡ് കൊടുത്തേണ്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ്, അപ്പോൾ അത് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയതാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ മക്കളാണെങ്കിലും അവർക്കാണ് അതിനേക്കാളും ആ ഒരു സന്തോഷമുള്ളത് അപ്പയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മോൾക്ക്. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവരുണ്ടാക്കിയിട്ടുള്ള കാർഡൊക്കെ അങ്ങനെ അപ്പയ്ക്കൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നോക്കായിരുന്നു, അതിൽ എഴുതിയിട്ടുള്ളതും അവർ വരച്ചിട്ടുള്ളതൊക്കെ. അപ്പോഴേക്കും 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിനി ഫയർ വർക്ക്സ് കാണാനായിട്ട് ഇറങ്ങായിരുന്നു കേട്ടോ. നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ യാസ് ബേ വാട്ടർ ഫ്രണ്ട് അവിടെയുള്ള ഫയർ വർക്ക്സ് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ഏകദേശം ഒരു 30 മിനിറ്റ്സിൻ്റെ ഒരു ഡ്രൈവ് അങ്ങോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നാണെങ്കിലും കുറച്ച് തിരക്കുണ്ടാവുമല്ലോ. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ആ ഒരു ടൈം പിടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഫയർ വർക്ക്സ് കാണുന്നതിനുള്ള ക്യൂവും തിരക്കൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിനേക്കാളും മുന്നേ തന്നെ കറക്റ്റ് 12 മണിക്കാണ് നമ്മൾ എത്തിയത്. അങ്ങനെ കറക്റ്റ് 12 മണിക്ക് തന്നെ ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയറും അങ്ങനെ വന്നെത്തി. അങ്ങനെ നമ്മൾ 2026 അങ്ങനെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മളങ്ങനെ കാലെടുത്ത് വെച്ചു. എനിക്കറിയാം ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി ആയി, ഒരു മാസം കഴിഞ്ഞു. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴായിരുന്നു നമുക്ക് കറക്റ്റായിട്ട് ആ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു ചോക്ലേറ്റ് കേക്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് ഒരു ചോക്ലേറ്റ് കേക്ക് നമ്മളിവിടെ ഉണ്ടായിരുന്നത് പ്ലം കേക്ക് ആയിരുന്നു. അപ്പോൾ വേറൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് വേറെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കവർ എന്ന് പറയുന്നത് ഞാനൊരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിലായിരുന്നു കേട്ടോ, ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷം. അങ്ങനെ ഈ ഒരു പുതിയൊരു വർഷം, അതായത് 2026 2026 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ന്യൂ ഇയർ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും പറയണ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. See you on my next video. Bye.